ഹലോ വ്യൂവേഴ്സ്, നമുക്കൊന്ന് ഹൈദരാബാദ് വരെ പോയി കറങ്ങിയിട്ട് വന്നാലോ? അപ്പോൾ യാത്രയുടെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഗണപതിക്ക് ഒരു തേങ്ങയൊക്കെ ഉടച്ച് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു. പെട്ടിയെല്ലാം പാക്ക് ചെയ്തു, ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പാട്ടൊക്കെ കേട്ട് എയർപോർട്ടിലേക്ക് എത്തി. അപ്പം അങ്ങനെ ഒരു അടിപൊളി യാത്രയൊക്കെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് പോരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ഹസ്ബൻഡിൻ്റെ 2 സിസ്റ്റേഴ്സും കസിനും ആണ്. അപ്പം അതുപോലെ സിസ്റ്ററിൻ്റെ മോളും ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ യോയോ ഒക്കെ പറഞ്ഞ് കുറേ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് എയർപോർട്ടിലൊക്കെ വെച്ച് കുറച്ച് റീൽസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡിംഗ് പാസും ചെക്കിനും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കിട്ടി നമ്മൾ നേരെ നമ്മുടെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈദരാബാദാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 11:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 1:30 ഒക്കെ ആകുമ്പോഴത്തേനുമാണ് നമ്മുടെ ഫ്ലൈറ്റ് റീച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറുന്നത്. ഫസ്റ്റ് ബാംഗ്ലൂർ ഓഫീസിലെ ഫ്രണ്ട്സായിട്ട് പോയതാണ്. അപ്പോൾ ഇത് എൻ്റെ 2ാമത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ കാണുന്നതാണ് മീനു കേട്ടോ, എൻ്റെ കസിനാണ്. അപ്പോൾ അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവൾ പേടിച്ച് എല്ലാ ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് ചൂയിങ്കോ ഒക്കെ ചവച്ച് അവളത് മറക്കുവാണ് കേട്ടോ, ടെൻഷനൊക്കെ. അപ്പം നമ്മുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. ഒരു 400 രൂപ കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബിസ്ക്കറ്റും 2 കോഫിയൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. അങ്ങനെ നല്ല എൻജോയ്മെൻറ്റും തമാശയൊക്കെ ആയിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങാൻ നേരത്ത് മീനും ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ, ടെൻഷൻ അടിച്ചിട്ട്. അപ്പം എന്തായാലും നമ്മളിതേ ഒരു 1:15 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല മഴ കേട്ടോ. ആ മഴയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അപ്പോൾ കുറച്ചൊന്ന് ടെൻഷനായി, നമ്മുടെ ഈ ട്രിപ്പ് ഒന്ന് ഫ്ലോപ്പ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രിപ്പ് എന്തായാലും അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഫോട്ടോസ് എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ടാക്സി ആയിരുന്നു കേട്ടോ. അവിടെ രാജീവ് ഗാന്ധി എയർപോർട്ട് അടിപൊളിയാണ് കേട്ടോ, എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പെട്ടി ഇങ്ങനെ വരുവാണ്. നമ്മൾ പെട്ടിയൊക്കെ എടുത്തു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കണ്ടൊരു ടാക്സി, അവർ ഇറങ്ങുമ്പോൾ തന്നെ ടാക്സി വേണമെന്നൊക്കെ ചോദിച്ചിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ അവിടെ നിന്നൊരു ടാക്സി എടുത്തു. അതൊരു ഇലക്ട്രിക് കാറായിരുന്നു കേട്ടോ, OHMൻ്റെ. അപ്പോൾ അതിൽ കയറി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഡ്രൈവർ ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി ഒരു 100-110 ഉള്ള സ്പീഡിലായിരുന്നു നമ്മളെ കൊണ്ടുപോയത്. ആൾ ഭയങ്കര ഗൗരവമായിരുന്നു. നമ്മുടെ ഒന്നും കൂടെ ഓഫ് ആവാൻ തുടങ്ങി കേട്ടോ. അതും പോരാഞ്ഞിട്ട് നല്ല പെരുമഴയും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറഞ്ഞൊന്ന് ചിരിക്കാൻ നിൽക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. അയാളിങ്ങനെ മസിൽ പിടിച്ച് അയാളുടെ കൈ വെച്ചിട്ട് ആ സ്റ്റിയറിങ്ങിലൊക്കെ ഒന്ന് ഇടിച്ച് പുള്ളിയുടെ ദേഷ്യം നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴും നമുക്കൊന്ന് ഇവിടുത്തെ മനുഷ്യരെല്ലാവരും ഇങ്ങനെ ആണോ, ഇങ്ങനെ ആയിരിക്കുമോ, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയപ്പോൾ അടുത്ത പണി കിട്ടി. ആക്ച്വലി ഞാൻ Booking.com വഴി ഒത്തിരി സ്ഥലങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള ട്രിപ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് Booking.com വഴി റിവ്യൂസ്, അതായത് എക്സെപ്ഷണൽ എന്ന റിവ്യൂ കൊടുത്തിട്ട് ബുക്ക് ചെയ്ത ഒരു ഡെസ്റ്റിനേഷൻ ഇങ്ങനെ ഫ്ലോപ്പായി പോകുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഏരിയ, അവിടെ നേരെ ഒരു സ്ത്രീകളോ ഒന്നും കാണുന്നില്ല, ഒരു വല്ലാത്തൊരു ഏരിയ. അപ്പം ഞങ്ങൾക്ക് വണ്ടിയില്ല, വെള്ളമില്ലാത്തൊരവസ്ഥയായി, വഴിയിലായൊരു റോഡിലായി പോയ അവസ്ഥയായിരുന്നു. നമുക്ക് വിശക്കുന്നും ഉണ്ടായിരുന്നു, കാരണം ഇവരൊക്കെ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങളുടെ ട്രാവൽ ഏജൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി നമുക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമായിരുന്നു അന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ അങ്ങോട്ടുള്ള യാത്രയൊക്കെ കേട്ടോ. അപ്പോൾ പുള്ളി തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ അങ്ങോട്ടുള്ള അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പം ഇതും കണ്ടു. ഇത് ആക്ച്വലി ഒരു ഓൾഡ് ഹൈദരാബാദാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. നമുക്ക് ഒരു രസവും തോന്നില്ല സത്യം പറഞ്ഞാലും. അയ്യോ, ഇങ്ങനൊരു സ്ഥലം കാണാനാണോ നമ്മൾ വന്നത് എന്നുള്ളൊരവസ്ഥയായിപ്പോയി. അപ്പം മൊത്തത്തിൽ നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റും അടിച്ചുപൊളി മൂഡിലൊക്കെ വന്നിട്ട് കട്ട ഫ്ലോപ്പായ ഒരു അവസ്ഥയായിപ്പോയി കേട്ടോ. ഈ ഒരു സ്ഥലവും എനിക്ക് നമ്മുടെ ചാല മാർക്കറ്റൊക്കെ എത്രയോ ഭേദമാണെന്ന് തോന്നിപ്പോയി. അപ്പോൾ നമ്മൾ ട്രാവൽ ഏജൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലം ബുക്ക് ചെയ്തതെന്ന്. ആക്ച്വലി അതിനകത്തുള്ള റിവ്യൂ കൊണ്ട് ആരായാലും ബുക്ക് ചെയ്തു പോകും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതുമാത്രമല്ല ഇതിനടുത്ത് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക്, അങ്ങനെ ഒരുപാട് സൈറ്റ് സീയിങ് ഒക്കെ നിയറസ്റ്റ് ആണെന്ന് കാണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ബുക്ക് ചെയ്യാൻ കാരണം. ഈ സ്ഥലത്തിൻ്റെ പേര് ബഹദൂർപുര എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട്
നമ്മുടെ ട്രാവൽ ഏജൻറ്റ് പറഞ്ഞ വെഹിക്കിള് ബ്ലൂസി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ ഒരു ഓട്ടോയും പിടിച്ച് പോകുന്നത്. ഇത് ഇവിടെയൊക്കെ കണ്ട ചോളമൊക്കെ വാരിയിട്ടേക്കുന്നത്. ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല, ഈ ചോളം വാരിയിട്ട് വിൽക്കുന്ന കുറേ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഓൾഡ് ഹൈദരാബാദ് എങ്ങനെയാണ് എന്നൊരു ധാരണ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ന്യൂ ഹൈദരാബാദിലോട്ട് കയറുന്നത് കേട്ടോ. ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ കുറച്ചൊക്കെ ഒരു സിറ്റിയുടേതായ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ സിറ്റി കയറി കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കാണ് കേട്ടോ, രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. ആ ട്രാഫിക്ക് മാത്രമല്ല, ഇവിടുത്തെ ഡ്രൈവിങ് ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. ഒരു രക്ഷ നമുക്ക് ഇപ്പം വണ്ടി ഇടിക്കും എന്നുള്ളൊരു ഫീലാണ്. നമ്മുടെ കേരളത്തിലെ ട്രാഫിക്കൊക്കെ എന്ത് ഭേദമാണെന്ന് തോന്നിപ്പോവും. അപ്പം ഞങ്ങളങ്ങനെ 2 ഓട്ടോ പിടിച്ച്, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു കേട്ടോ. 2 ഓട്ടോ പിടിച്ചിട്ടാണ് ഈ ബ്ലൂസി എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം നല്ല വിശപ്പായിരുന്നു കേട്ടോ. അതായത് ഏകദേശം 1:15 ഞങ്ങളൊരു 4:30 വരെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഒരുങ്ങി നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നതായിരുന്നു കേട്ടോ. ഇപ്പം അവസാനം ഒരു കോലമായെന്ന് വേണം പറയാനായിട്ട്. വിശപ്പ് മാത്രമേ മുന്നിലുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ കയറി പ്ലേറ്റൊക്കെ വന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് ഹൈദരാബാദി ബിരിയാണിയാണ്. അതിന് ഒരു കുറവും വരുത്തിയില്ല. കാരണം നമ്മുടെ ഒന്നാമത്തെ ഒരു ടാർഗറ്റായിരുന്നു ഹൈദരാബാദി ബിരിയാണി കഴിക്കണമെന്നുള്ളത്. അപ്പം അത് തന്നെ ആണല്ലോ, ഹൈദരാബാദിൽ വന്നാൽ ഇത് തന്നെയാണല്ലോ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. അപ്പം അങ്ങനെ എന്തായാലും ഹൈദരാബാദി ബിരിയാണി കിട്ടി. ഭയങ്കര സന്തോഷമായി. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ദിവസം മൊത്തം ഈ ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. ആ ബിരിയാണി മടുക്കുന്നവരെ ഞങ്ങളിത് ഓർഡർ ചെയ്ത് കഴിക്കുമായിരുന്നു ആക്ച്വലി. അപ്പം അതിൻ്റെ കൂടെ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടയുണ്ട്, സലാഡുണ്ട്, പിന്നെ അവരൊരു നമ്മുടെ ഈ കപ്പലണ്ടി ഇല്ലേ, പീനട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളൊരു ചട്നി ഉണ്ട്. അപ്പം അത് ഏത് ഹോട്ടലിൽ പോയാലും ഇത്രയും കോംബോ കിട്ടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ മറ്റേ ചൂടുവെള്ളത്തിൽ നാരങ്ങയൊക്കെ ഇട്ടിട്ട് കൈ കഴുകാനായിട്ട് കൊണ്ടുവന്നത് നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഒട്ടും കൊഴുപ്പൊന്നും ഉണ്ടാവില്ല, എല്ലാം നീറ്റായിട്ടിരിക്കും. അപ്പോൾ അതേ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടീ ഉണ്ട്. അപ്പോൾ ഹൈദരാബാദിലെ അടുത്തൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ ഈ ഒസ്മാനിയ ബിസ്ക്കറ്റും ഇവിടുത്തെ സ്പെഷ്യൽ ടീ ആണ് കേട്ടോ. ഇത് എരുമപ്പാലിലാണ് ഈ ചായ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള പാലിൽ നല്ലൊരു ചായയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്നവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരൊക്കെ ലൈറ്റായിട്ട് ടീ കുടിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്കെന്തോ ഈ ചായയും ഈ ബിസ്ക്കറ്റ് കോംബോയും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പോകുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഹോട്ടൽ റൂം തപ്പുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പുതിയൊരു ഹോട്ടൽ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കണമല്ലോ. ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ ഫുഡിന് നമുക്ക് ഒരു പഞ്ഞമില്ല കേട്ടോ. ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബണ്ണിൻ്റെയൊക്കെ വെറൈറ്റീസ്. അങ്ങനെ ഈ മെട്രോയുടെ അടുത്തുള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ നോക്കിയത്. അബിഡ്സ് എന്ന് പറയുന്നൊരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ കണ്ടുപിടിച്ചത് കേട്ടോ. RR ഗ്രാൻഡ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. വലിയ ഹോട്ടലൊന്നുമല്ല, ചെറിയ ഹോട്ടലാണ്. പക്ഷെ നമുക്ക് 5 പേർക്കുള്ളൊരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെല്ലാം ചെക്കിനായി. ഏകദേശം എനിക്കൊന്നൊരു 5:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചെക്കിനായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് പരിപാടി വേഗം ഫ്രഷപ്പ് ആവുക, അപ്പം തന്നെ കറങ്ങുക. കാരണം നമുക്ക് ഒരു നിമിഷം പോലും കളയാനില്ല. അപ്പോൾ ഫ്രഷ് ആയ ശേഷം ഞങ്ങളടുത്ത് നമ്മുടെ കറക്കമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഈ ഡ്രൈവർ ചേട്ടൻ നമുക്ക് ഓരോ പോകുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് നമുക്കൊരു സമാധാനമായി, ഒന്ന് കൂളായി കേട്ടോ. ആ മെട്രോയും അതുപോലെ തന്നെ ആ ഒരു പല സ്ഥലങ്ങൾ, അവരുടെ ഗാർഡനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് സമാധാനമായിരുന്നു. എന്തായാലും ഒന്ന് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം മെട്രോയിലായാലും റോഡിലൊക്കെ ആയാലും ലൈറ്റ്സ് ഒക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി പുള്ളി ഒരുപാട് കാര്യങ്ങൾ കാണിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. സെക്രട്ടേറിയറ്റ് ആയാലും അതുപോലെ ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന LB സ്റ്റേഡിയം എന്നാണ് പറഞ്ഞത്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആണ് കേട്ടോ, LB സ്റ്റേഡിയം. അത് നമ്മൾ ഈ പോകുന്നത് ലൂംബിനി പാർക്ക് എന്ന് പറയുന്ന പാർക്കിലേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴി തന്നെ നമുക്ക് ഇവരുടെ സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റും കേട്ടോ. അവരുടെ സെക്രട്ടേറിയറ്റ് കാണാൻ നല്ല ഭംഗിയായിട്ടോ. ഒരു കൊട്ടാരം എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പായിട്ട് തന്നെ അവരുടെ വിധാൻസഭ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് വിധാൻസഭ. ഇതെന്ന് പറയുന്നത് നമ്മുടെ നിയമസഭ പോലെയാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് ആ അതിമനോഹരമായ സെക്രട്ടേറിയറ്റ്. ഇത് കണ്ടാൽ പാലസ് അല്ല എന്ന് ആരെങ്കിലും പറയോ? അത്ര ഭംഗിയായിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു വ്യൂ അല്ല, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഗാർഡനും ആ ഫ്രണ്ട് ഏരിയ ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി അതിൻ്റെ ഒരു ഫ്രണ്ടിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും സ്റ്റിൽസൊക്കെ എടുത്തു. അടുത്തായിട്ട് തന്നെയാണ് ഹുസൈൻ സാഗർ ലേക്കും അതുപോലെ തന്നെ ലുംബിനി പാർക്ക്. അപ്പം ഇവിടെയൊക്കെ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ആളും ബഹളവും തിരക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ അകത്തോട്ടൊക്കെ പോയി. ഇവിടെ ഒത്തിരി ഫോട്ടോ എടുക്കാനുള്ള നല്ല നല്ല പ്ലേസസും അതുപോലെ സ്റ്റാച്യൂസും മെമ്മോറിയൽസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫീ ആണ് കാണിച്ചിരിക്കുന്നത്. അഡൽട്സിന് 20, ചൈൽഡിന് 10, സ്റ്റാർട്ടിങ് ഫ്രം 9 AM ആൻഡ് ക്ലോസിങ് ഓൺ 9 PM. ഇവിടെ ഉള്ള ഐറ്റംസ് ചിൽഡ്രൻസിനൊക്കെ ഉള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ, ലേസർ ഷോ, പിന്നെ അതുപോലെ ബോട്ടിങ് കേട്ടോ. ബോട്ടിങ് എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഇവിടുത്തെ ബോട്ട് പോകുന്നത്. ഈ ബോട്ട് പോകുന്നത് മെയിനായിട്ടും അതിൻ്റെ മിഡിലൊരു ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ആ സ്റ്റാച്ചു കാണാനാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ പണി കിട്ടി കേട്ടോ. മീനുവിൻ്റെ ഫോണിൽ വെള്ളം കയറിയിട്ട് ഫോൺ മൊത്തത്തിൽ ഡാമേജ് ആയി. അപ്പം അത് നമുക്ക് വീണ്ടും ഒരു ചെറിയ ഡെസ്പായി കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒന്നും കയറാനുള്ളൊരു മാനസികാവസ്ഥ തോന്നിയില്ല. അപ്പം അങ്ങോട്ടൊന്നും പോയില്ല. അപ്പം ഈ ദൂരെ നിന്ന് ഈ ബുദ്ധയുടെ സ്റ്റാച്ചു കണ്ടതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഈ ഒരു സന്ധ്യാസമയത്ത് ഈ ഒരു ലേക്ക് കാണാനായിട്ട് ഈ ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലേക്കൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നേ. ഇവിടെയും നമ്മുടെ കച്ചവടക്കാർക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഒരുപാട് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ആയാലും അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഷോപ്പ് പീസസ് ആയാലും എല്ലാം ഇഷ്ടംപോലെ ഐറ്റംസൊക്കെ കാണാനും വാങ്ങിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെയൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്യാൻ നിന്നില്ല. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ തലങ്ങൾ തേടി പോവുമായിരുന്നു. ഹൈദരാബാദിൻ്റെ കറക്റ്റ് സിറ്റി കാണണം എന്നുള്ളൊരാഗ്രഹമൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ്റെ കുറച്ച് വ്യൂസൊക്കെ. അത് ഈ കാണുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ആ കാണുന്നൊരു സ്റ്റാച്ചു ആണ്, ഒരു മെമ്മോറിയലാണ് കേട്ടോ അത്. പിന്നെ എന്തായിരുന്നു, ഈ സൈഡ് മൊത്തം നമുക്ക് ആ സെക്രട്ടേറിയറ്റിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച കേട്ടോ. അപ്പം അത് കഴിഞ്ഞത് ഇവിടെയൊക്കെ ബ്രെഡ് ഓംലെറ്റ്, മാഗി ഉണ്ടാക്കുന്ന ഇതുണ്ട്, പിന്നെ മോമോസ് ഉണ്ട്, അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത്. അത് ആ ഒരു പർട്ടിക്കുലർ ഷോപ്പാണ് കേട്ടോ. ബ്രെഡ് ഓംലെറ്റ് ഉള്ളിടത്ത് ബ്രെഡ് ഓംലെറ്റ് മാത്രമായിട്ട്, പാനിപൂരിയുടെ ഷോപ്പ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ഷോപ്സ് ഉണ്ട് നമുക്ക് അവിടെ കാണാൻ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്. എന്തായാലും അപ്പം തന്നെ നമ്മൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനെ വിളിച്ചു. അപ്പം നമുക്ക് അടുത്ത സൈറ്റ് സീയിങ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് സിറ്റിയിലോട്ടൊക്കെ ഒന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടോ. മെയിൻ അവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹൈടെക് സിറ്റി അല്ലെങ്കിൽ ബെഞ്ചാറ ഹിൽസ്, ജൂബിലി ഹിൽസ് എന്നൊക്കെ പറയുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, ഈ ഓൾഡ് ഹൈദരാബാദിൽ വന്ന് പെട്ടുപോകരുത്. അബിറ്റ്സ് ഒക്കെ ഒരു മിനിമം ഒരു ആവറേജ് നല്ലൊരു ഏരിയ ആണ്. അതുപോലെ ഈ ഹൈടെക് സിറ്റി, ഞാൻ പറഞ്ഞ ബെഞ്ചാറ ഹിൽസ്, ഈ പറയുന്ന പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. നിങ്ങൾ എങ്ങാനും ഹൈദരാബാദിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ വേണം നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ വെക്കാനായിട്ട്. അല്ലാതെ നെഹ്റു സുവോളജിക്കൽ പാർക്ക് കാണണം എന്നൊക്കെ വിചാരിച്ച് പോകരുത്. പോയാൽ ഇതുപോലെ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല അടിപൊളി ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. എവിടെ പോണേലും പുള്ളി പറയും എന്നെ വിളിച്ചാൽ മതി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാ കാര്യങ്ങളൊക്കെ പുള്ളി പറയും കേട്ടോ. ആദ്യത്തെ ഒരു ഡ്രൈവറിൻ്റെ ഒക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഫാർ ബെറ്റർ ആണ്. അവിടെ നമ്മൾ പൊതുവേ കണ്ടൊരു നേച്ചർ എന്ന് വെച്ചാൽ ഈ ലേഡീസിന് അധികം അങ്ങനെ രാത്രിക്ക് അവർ ഇറങ്ങുമോ ഇതുപോലെ ട്രാവൽ ചെയ്യോ അങ്ങനെ ഒന്നും ഒരു ഗ്രൂപ്പായിട്ട്, ഇപ്പം ഞങ്ങൾ പോയതുപോലെ ഒരു ഗ്രൂപ്പായിട്ടൊന്നും അവിടെ ആരെയും അങ്ങനെ കാണുന്നില്ലായിരുന്നു കേട്ടോ. കൂടുതലും ആണുങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരൊറ്റ മനുഷ്യന് നേരെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അവിടെ എല്ലാവരും പറയുന്ന ആ ഒരു ലോക്കൽസിനെ പോലീസിനെ പേടിയാണെന്നാണ് പറയുന്നത് കേട്ടോ. അവർ ഭയങ്കര റഫായിട്ടുള്ള, ഈ പ്രത്യേകിച്ച് ഈ ഓൾഡ് ഹൈദരാബാദിൽ അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കര റഫായിട്ടുള്ള മനുഷ്യരാണ്. അവരോട് ഇപ്പം നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവരിങ്ങനെ മൊത്തത്തിൽ തുറച്ച് നോക്കുന്നൊരു ഇതാണ്. നമ്മൾ സൗണ്ട് അധികം വെച്ച് ചിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അവരിങ്ങനെ വല്ലാത്ത രീതിയിലാണ് നമ്മളെ നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാര്യം, ആരെങ്കിലും ഇതുപോലെ ലേഡീസൊക്കെ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സിറ്റിയുടെ കാഴ്ചകൾ.
സ്റ്റുഡിയോയുടെയും വെസ്റ്റ് സൈഡിൻ്റെയൊക്കെ ഒത്തിരി വലിയ ഷോറൂമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ പേൾസ് ആണ് ഹൈദരാബാദിലെ അടുത്ത ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കൃഷ്ണ ജുവലറി പേൾസ് ആൻഡ് ജംസ് എന്ന് ഇട്ടേനെ. അപ്പൊ പേൾ സിറ്റി എന്നാണല്ലോ ഹൈദരാബാദിനെ പറയുന്നത് തന്നെ. ഇപ്പൊ ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും പേൾസിന്റെ ഷോപ്സ് ഒക്കെ ഉണ്ടാവും, ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഗ്യാരണ്ടി കാർഡൊക്കെ ഉള്ളത് വെച്ചിട്ട് വേണം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് ഇത് വാങ്ങിക്കണം എന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം 1-2 മാർക്കറ്റിലൊക്കെ പോയി ലോക്കൽ ആയിട്ടുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിങ്ങനെ കാർഡൊന്നും തന്നില്ല. അപ്പൊ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അത് കാർഡ് ഗ്യാരണ്ടി കാർഡ് കിട്ടുന്നത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ എന്ന്. എന്ത് മനോഹരാന്ന് നോക്കി ഈ സിറ്റി. ഇത്രയും നല്ലൊരു ഹൈദരാബാദ് മനസ്സിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ആദ്യം വന്ന ഗുദാമിൽ പെട്ടുപോയത് കേട്ടോ. ഇവിടുത്തെ മെട്രോ ഒക്കെ 11:30 ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെയൊക്കെ കണ്ടിട്ട് ഈ ചേട്ടന് ടാറ്റ പറഞ്ഞ് പോകണം. കാരണം ചേട്ടൻ 12 hours സർവീസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏകദേശം നൈറ്റൊക്കെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് പുള്ളി നമ്മൾ ഈ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണിച്ചു. എന്നിട്ടൊരു ഹോട്ടലിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഇത് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി പോയി. പിന്നെ ഞങ്ങളുടേതായ ലോകമായിരുന്നു കേട്ടോ. ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇറങ്ങിയപ്പോഴത്തേനും നല്ല മഴ. ഡ്രൈവർ ചേട്ടനെ വിടണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോയി. വീണ്ടും പെരുവഴിയിലായി കേട്ടോ അന്നത്തെ ദിവസം. അപ്പം ഞങ്ങൾ വഴിയിൽ കണ്ട പെട്ടിക്കടയുടെ ഒക്കെ ഫ്രണ്ടിലാണ് കയറി നിന്നത്. നന്ന അടിപൊളിയായിട്ട് നനഞ്ഞു. അങ്ങനെ നനഞ്ഞിരിക്കുമ്പോൾ നല്ല ചുട്ട ചിക്കൻ്റെ മണം വരുന്ന കേട്ടോ. പിന്നെ ഒട്ടും താമസിച്ചില്ല, നേരെ മണം അടിച്ച ദിശയിലേക്ക് പോയി. അപ്പോൾ ചിക്കൻ്റെ 2 പീസ് ലെഗ്സ് ഒക്കെ വാങ്ങി കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ ഏത് ലോക്കൽ സ്ട്രീറ്റ് ഷോപ്പിലായാലും എല്ലാം നല്ല ടേസ്റ്റാണ് ഇവരുടെ ഫുഡിന്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല മഴയത്ത് ചൂട് ചിക്കനൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ മെട്രോയുടെ അടുത്തേക്ക് നടന്നു വന്നു. ഒരു ഓട്ടോ പിടിച്ചിട്ടാട്ടോ വന്നു, അപ്പം വന്നു. അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ മെട്രോയിൽ കയറി. എനിക്കൊന്നും ഞങ്ങളായിരുന്നു അവസാനമായിട്ട് ആ മെട്രോയിൽ കയറിയിട്ടുണ്ടാവുക. അങ്ങനെ നമ്മുടെ മെട്രോ ട്രെയിൻ വന്നു. നമ്മളതിലേക്ക് ചാടി കയറി. നല്ല അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ. ഓരോ തമാശയൊക്കെ പറഞ്ഞപ്പോൾ ഇരിക്കാനുള്ള സ്ഥലം ഒന്നും കിട്ടിയില്ല. ഒരു തൂണും പിടിച്ച് ഞങ്ങൾ ഈ 5 പേര് ഇങ്ങനെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെട്രോയിൽ വന്ന് ഇറങ്ങിയിട്ട് കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ റൂമിലോട്ട് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തരാത്തത്, നമ്മൾ വന്നപ്പോൾ തന്നെ പെട്ടിയും ഡ്രസ്സും എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് നല്ല അടിപൊളി കോലമായിരുന്നു കേട്ടോ റൂം. അപ്പം അതുകൊണ്ടാണ് ഞാൻ റൂമിൻ്റെ അധികം വീഡിയോ അങ്ങോട്ട് എടുക്കാത്തത്. പക്ഷെ നല്ല സൗകര്യമുള്ള റൂമാണ്. അപ്പം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾ 11th കേട്ടോ പോയത്. എന്നിട്ട് 14th വന്നത്. അപ്പോൾ ഇനി 12, 13, 14 വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ. ടിൽ ദെൻ ബൈ.